അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. അപകടം നിത്യസംഭവമായ പന്നിത്തടം സെന്ററിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സിഗ്നൽ ലൈറ്റുകളും സ്പീഡ് ബ്രേക്കറുകളും ദിശാ ബോർഡുകളും ഉടൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പന്നിത്തടം സെന്ററിൽ നടന്ന സമരം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കൂടിയെടുത്ത് ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം സെന്ററിൽ നടന്ന സമരം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കൂടിയെടുത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ അധ്യക്ഷനായി. വിഷ്ണു അമ്പാടി, രാജേഷ് കുട്ടഞ്ചേരി, E ചന്ദ്രൻ, അഭിലാഷ് കടങ്ങോട്, MV ധനീഷ്, ബാബു ആദൂർ, ജോജു കോളങ്ങാടൻ, രാജേഷ് എയ്യാൽ, ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട്, സർക്കാർ ജീവനക്കാരുടെ കെടുകാര്യസ്ഥത കൊണ്ട്, ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കെടുകാര്യസ്ഥത കൊണ്ട്, ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ഭരണവർഗത്തിന്റെ CPMന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സമാധാനപരമായി കിടന്നുറങ്ങുന്ന ആളുകൾ രാത്രിയിൽ അവൻ്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന യാത്രികർ, സ്വന്തം മക്കളെ കാണുന്നതിന് വേണ്ടി, അച്ഛനമ്മമാരെ കാണുന്നതിന് വേണ്ടി, ജോലി ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ അന്യരാജ്യങ്ങളിലേക്ക് പോയി, അന്യദേശങ്ങളിലേക്ക് പോയി, രാത്രി സ്വന്തം വീട്ടിലേക്ക് പോയി സ്വന്തം കുടുംബക്കാരുടെ കൂടെ കിടന്നുറങ്ങുന്നതിന് വേണ്ടി അർദ്ധരാത്രിയിൽ ബസ്സിൽ കയറി ആ ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ആ ബസ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട്, സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥ കൊണ്ട് ആ ബസ് അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വിശ്വസിച്ച് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും? കേരളത്തിലെ റോഡുകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് 100 കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ പൊതു റോഡുകളിൽ പിടഞ്ഞു വീണ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.